ഹായ് ഗായ്സ്, MSKP ഫാമിലേക്ക് സ്വാഗതം. മൂസിനാണ്. ഇടാനുള്ള ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ വെള്ളമൊക്കെ നിറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന അടിപൊളി സ്ട്രെയിൻസ് ആണ്, ഗപ്പി സ്ട്രെയിൻസ് ആണ് ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഇറക്കി വിടാൻ പോകുന്നത്. ഫുൾ ഗോൾഡ് റിബൺ ഉണ്ട്, AFR ഫ്ലവർ ഡോർസൽ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഈ 3 വെറൈറ്റികളാണ് ഫ്രിഡ്ജ് ബോക്സിലോട്ട് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത്. ഓരോ സ്ട്രെയിൻസിനെ എടുത്ത് ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിൽ ഫ്രിഡ്ജ് ബോക്സിൽ ഒരു 5-10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ആ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇറക്കി വിടാം. ആദ്യം തന്നെ ഫുൾ ഗോൾഡാണ് എടുത്തത്. അതിന് ശേഷം നമ്മൾ AFR ഫ്ലവർ ഡോർസൽ എടുത്ത് കൊണ്ടുപോയി അവിടെ വെക്കേണ്ടത്. 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്കിതിനെ ഇറക്കി വിടാവുന്ന ഒരു രീതിയിലോട്ടാവും. ഇതിൽ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഗപ്പീസ് നമ്മൾ ഒരു ടെമ്പറേച്ചർ നേരത്തെ കിടന്നത് ഒരു വേറെ വെള്ളത്തിലാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു പുതിയ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇറക്കി വിടുന്നത്. 2 ദിവസം പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇറക്കി വിടുന്ന സമയത്ത് എല്ലാവരും ഈ രീതിയിൽ തന്നെ ചെയ്ത ഗപ്പീസിന് പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ പറ്റും. ഈ നമ്മൾ മാറ്റണം. ഇപ്പം നമ്മളെ തന്നെ മനുഷ്യന്മാരെ തന്നെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ചൂടുള്ള സ്ഥലത്തു നിന്ന് തണുപ്പുള്ള സ്ഥലത്തോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് മീനുകൾക്കും. ഈ ഗപ്പീസ് എല്ലാം 1 മന്ത് മേലെ പ്രായമുള്ള ഗപ്പീസാണ്. നമ്മൾ ഇത്രയും നാളും ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആർട്ടീമിയ പിന്നെ മൊയിന അങ്ങനെയാണ്. അപ്പോൾ കുറച്ചും കൂടി ലൈഫ് ഫീഡ് കുറച്ചും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ ഡീക്യാപ്പ് ആർട്ടീമിയം സാധാ ഹാച്ച്ഡ് ആർട്ടീമിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് കുറച്ചും കൂടി മൊയിനെ കൊടുക്കാൻ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുക, ലൈഫ് ഫീഡ് നല്ല രീതിയിൽ ഫീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും, നല്ല ഹെൽത്തി ആയിരിക്കും പൊതുവെ മീനുകൾ. ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.